ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫിഷിനെ ഉണ്ടാക്കാം. എന്നിതാ ഇതേപോലത്തെ 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, A4 സൈസ്. നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ. ഞാൻ ഓറഞ്ച് കളർ പേപ്പർ എടുത്തിട്ട് ഒരു കുപ്പീൻ്റെ ഈ സൈസിലുള്ള ഒരു മൂടി വെച്ചിട്ട് ഒന്ന് റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ റൗണ്ട് ഒന്ന് നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു റൗണ്ട് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അടുത്തത് ഇനി നമുക്ക് നേരത്തെ വെട്ടിയ റൗണ്ടിനേക്കാളും കുറച്ചുകൂടി ചെറിയ സൈസിലുള്ള ഒരു 4 റൗണ്ടിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഞാൻ പേപ്പർ ഇതേപോലെ 2ആക്കി മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ചെറിയൊരു കുപ്പീൻ്റെ മൂടി വെച്ചിട്ട് ഇതേപോലെ ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് 4 റൗണ്ട് കിട്ടും. 4 വട്ടത്തിലുള്ള ഒരു പേപ്പർ കിട്ടും. 4 എണ്ണം ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതാ 4 റൗണ്ട് ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഇതേപോലെ 2ആയിട്ട് മടക്കുക. ഇതാ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ചെറിയൊരു റൗണ്ടും കൂടെ ആവശ്യമുണ്ട്, 2 എണ്ണം. അതിനിതാ ഞാൻ സൈസ് വന്നിട്ട് ഫെവിക്കോളിൻ്റെ കുപ്പീൻ്റെ ഗമ്മിൻ്റെ കുപ്പീൻ്റെ അടിഭാഗത്തുള്ള റൗണ്ട് വരച്ചിട്ട് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്, 2 എണ്ണം. അതും ഇതേപോലെ നടുക്ക് വെച്ചിട്ട് 2ആക്കി മടക്കി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റെഡ് കളറ് പേപ്പറിൻ്റെ റൗണ്ട് ഷേപ്പും വേണം. അതും ഇതാ ഫെവിക്കോളിൻ്റെ അടിഭാഗത്തുള്ള റൗണ്ടിൻ്റെ ആ ഒരു സൈസിൽ 2 പേപ്പർ ഇതേപോലെ ഒന്ന് വെട്ടി റൗണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതും 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി അതും ഇതേപോലെ 2ആക്കി മടക്കുക. എന്നിട്ട് ഇനി ആദ്യം നമ്മൾ വെട്ടി വെച്ച 4 റൗണ്ട് ഷേപ്പുകളില്ലേ, അതിൽ 2 എണ്ണം എടുത്തിട്ട് ഇതേപോലെ ഉള്ളിൽ വെച്ചിട്ട് ഗം ചെയ്ത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ പുറകു വശത്ത് മീനിൻ്റെ വാല് വരുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി 2 എണ്ണം ഒന്ന് ചിറക് പോലെയോ, ചിറകല്ല മേലെ ഭാഗത്തുള്ള ഇതുപോലെയോ, താഴെ ഭാഗത്ത് ഒന്നും കൂടെ ഗം ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം റൗണ്ട് ചെയ്ത ആ 4 പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഗമ്മിൻ്റെ അടിഭാഗം വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു ബ്ലൂ കളർ 2 പേപ്പർ വന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ ഇതേപോലെ ഒട്ടിച്ചിട്ട് അതിൻ്റെ 2ൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. യെല്ലോ കളർ പേപ്പറിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേ സൈസിലുള്ള നമ്മൾ റെഡ് കളർ പേപ്പറും റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടില്ലേ, അതും ഇതേപോലെ ഉള്ളിലായിട്ട് ഗം ചെയ്ത് ഒട്ടിച്ചിട്ട് ഫിഷിൻ്റെ ചുണ്ടായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്തത് ഗമ്മിൻ്റെ അടിഭാഗത്തുള്ള റൗണ്ട് വെച്ചിട്ട് തന്നെ വൈറ്റ് കളർ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് ഗം ചെയ്തിട്ട് കണ്ണാക്കി ഒട്ടിച്ചു കൊടുത്ത് കണ്ണിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഗമ്മിൻ്റെ മൂടീൻ്റെ അടപ്പ് വെച്ചിട്ട് ചെറിയൊരു റൗണ്ട് ബ്ലാക്ക് കളർ പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് കണ്ണായിട്ട് മുന്നിലേക്ക് നീക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ക്യൂട്ടായിട്ടുള്ള ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് ഷെയറും ചെയ്യുക. അതേപോലെ ഇനിയും ഇതേപോലെയുള്ള ഈസി ആയിട്ടുള്ള പേപ്പർ ക്രാഫ്റ്റ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക. താങ്ക് യു.